സഹിക്കണോ? അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ആ കണ്ണുകൾ ഈ കിളവന് രുചിയാണോ? നിങ്ങൾ പറഞ്ഞത് മരണത്തിന്റെ ജീവിതത്തിന്റെ ഇടയ്ക്കെന്നല്ലേ? എനിക്ക് ഇരുട്ട് കാരണമൊന്നും കാണാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല അപ്പൂപ്പ, ഈ ലോകത്ത് നിങ്ങൾ ആരാ? അതല്ല, നിങ്ങൾ ഈ ആളുകളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒക്കെ അയക്കുന്ന ആളാണോ? വേണ്ട, എനിക്കിപ്പം മരിക്കണ്ട. അവസാനം ഈ ലോകത്ത് അവശേഷിക്കുക വേദനയും കഷ്ടപ്പാടും ഒപ്പം നിശ്വലമായ ആഗ്രഹങ്ങളും മാത്രമായിരിക്കും. ഈ കിളവന് ഇതെന്തൊക്കെയാ പുലമ്പിക്കൊണ്ടിരിക്കുന്നേ? സ്നേഹത്തെ സംരക്ഷിക്കണമെന്നതിൽ നിന്നാണ് വെറുപ്പമുണ്ടാവുന്നത്. ഓ, കിളവന്റെ ക്ലാസ് എടുപ്പ് തുടങ്ങിയല്ലോ. ഈ വയസ്സായവന്മാര് ക്ലാസ് എടുക്കാൻ തുടങ്ങിയാ പിന്നെ ഒരിക്കലും നിർത്തും. എന്താണ് വിശേഷം? സുഖം തന്നെയാണോ? ഒട്ടും സുഖമില്ല. ഒന്നും ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ. ആ ചെലവ് മിച്ചം. പിന്നെ ബാത്റൂമിൽ പോകണ്ട. എങ്ങനെ നോക്കിയാലും ഇവിടെ ലാഭം തന്നെയല്ലേ? ഞാൻ നിങ്ങളെപ്പോലെ ഒരുവനാണെന്ന് നിങ്ങൾ കണക്കാക്കരുത്. അതുകൊണ്ട് മുഴുവനായിട്ടും എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടണ്ട. സത്യം പറഞ്ഞ ഈ ഉപകാരങ്ങൾക്കൊക്കെ നീ ഞങ്ങളോട് കടപ്പെട്ടിരിക്കണം. ശരിക്കും ഞങ്ങളെ നിന്റെ കൂട്ടത്തിലാണ് കൂട്ടാൻ പറ്റാത്തത്. നീ ഉറക്കത്തില് റിൻ റിൻ റിന്ന് ഒരുപാട് തവണ പറയുന്നുണ്ടായിരുന്നു. നിനക്ക് പുറത്തു പോയിട്ട് വല്ല ബെല്ലോ മറ്റോ വാങ്ങിക്കണമെന്നുണ്ടോ? മാത്രമല്ല മണ്ടൻ കക്കാശി എന്ന് നീ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഈ മണ്ടൻ കക്കാശി എന്ന് വെച്ചാ എന്താ? ഹലോ, ഞങ്ങൾ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. പ്രകൃതിയുടെ വിളി, അതായത് ഈ ബാത്റൂമിൽ പോകാൻ തോന്നുക എന്നുള്ളത് എങ്ങനെയുള്ള ഫീലിംഗാ? ശരി, ഞങ്ങൾ നിന്നോട് റിന്നിനെ പറ്റി മണ്ടൻ കക്കാശിയെ പറ്റി പിന്നീട് ചോദിച്ചോളാം. എടോ, ചുഴലി പോലെ മുഖമുള്ളവനെ, ഞാനൊന്നും ബാത്റൂമിൽ പോവാറില്ലെങ്കിലും തന്നെയൊക്കെ ശരിക്കും കാണാൻ അതുപോലെ തന്നെയാ ഇരിക്കുന്നേ. അല്ല, അതിരിക്കട്ടെ, ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി വെള്ളക്കാരൊക്കെ എവിടെ? വല്ലാത്തൊരു സ്ഥലത്ത് തന്നെയാണല്ലോ ഈശ്വര ഞാൻ വന്ന് പെട്ടത്. പോരാത്തതിന് ഇവന്മാരുടെ ഒക്കെ മണ്ടത്തരവും ഞാൻ സഹിക്കണം. താങ്കൾക്ക് ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം.